ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം, സത്യത്തിൽ ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹു ചേർത്ത് വിളിക്കുന്നു എന്ന് ടി പത്മനാഭൻ. നമ്മുടെ കാരണഭൂതന്റെ ഭരണം 9 കൊല്ലം കഴിഞ്ഞ് 9.5 കൊല്ലം കഴിഞ്ഞ് 9.25 കൊല്ലം ആയപ്പോഴാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറി ഒരു ഉൾവിളി ഉണ്ടായി. അവിടെ ഒരു അണ്ടർ സെക്രട്ടറിക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതോ കാരണഭൂതൻ തന്നെ പറഞ്ഞ് ജയിച്ചാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നാണ് ഈ കിതാബ് അല്ലെങ്കിൽ ഈ കടലാസ് വന്നിട്ട് അത് മുഖ്യൻ നേരിട്ട് ഭരിക്കുന്നത്. ആ വകുപ്പിൽ നിന്ന് ഒരു ഇണ്ടാസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിമേലിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ പരാമർശിക്കുന്നിടത്ത് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പരാമർശിക്കും. ബഹുമാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല, ആളുകളുടെ ഉള്ളിൽ നിന്ന് സ്വയമേവ ഉണ്ടായി വരേണ്ട ഒരു കാര്യം. ഇപ്പം ഞാനൊരു മഹാനാണ് എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടാ പോരാ, ആ മഹാനാണ് എന്ന് തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും, അപ്പോഴേ ബഹുമാനിക്കൂ. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധമുണ്ട്. എന്നെ കണ്ടാൽ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ തോളത്ത് കിടക്കുന്ന 2-ാം മൂട്ട് എടുത്ത് അരയിൽ കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടും. പിന്നെ ജനങ്ങൾ സ്നേഹിച്ച മുഖ്യമന്ത്രിമാരുണ്ട്. PK നായനാരെ ആളുകൾക്ക് സ്നേഹം, ഉമ്മൻചാണ്ടിയെ വലിയ സ്നേഹം, VS അച്യുതാനന്ദനോട് ആളുകൾക്ക് ന്യായമായ ബഹുമാനവും ആദരവും ഉണ്ട്. അച്യുതമേനോടും അതുപോലെ തന്നെ. EMS നമ്പൂതിരിപ്പാടിനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഭരണ മികവ് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ മറ്റ് കഴിവുകൾ കാരണം അദ്ദേഹത്തെ ബഹുമാനിച്ചു. R ശങ്കറിന്റെ തലയെടുപ്പും ഗാംഭീര്യവും ഒക്കെ കണ്ടാൽ ബഹുമാനം ഇല്ലാത്തവനാണെങ്കിലും ഇരിക്കുന്നവന് ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോകാൻ ആ രീതിയിലുള്ള ഒരു ആകാര സുഷമയും ഗാംഭീര്യവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജനങ്ങളുടെ ആ സ്നേഹാദരവുകൾ പിടിച്ചു വരും. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെടുത്താൻ പോവുകയാണ്. ബഹുമാനപ്പെട്ടാന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വലിയ പെടലും ഉണ്ട്. ഇനിമേലിൽ കേരളീയരെ മൊത്തത്തിൽ ബഹുമാനിപ്പിക്കാനുള്ള പരിപാടികളാണ് നമ്മുടെ സർക്കാരിന്റെ ഈ പുതിയ ഇണ്ടാസ് വന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വേണം ഇതിന് പറയാനായിട്ട്. അല്ലാതെ പറയുന്നവരുടെ റേഷൻ കാർഡിൽ അരി വെട്ടും, അരിയും കിട്ടില്ല, മണ്ണെണ്ണ കിട്ടും. അതിനിപ്പോൾ വിജയരാഘവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ബിന്ദുവിനെ ബഹുമാനപ്പെട്ട ബിന്ദു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നം. കാര്യം പുള്ളി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അതിൽ കാര്യമില്ല. ബിന്ദു മന്ത്രിയാണ്, അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി വാഴ്ത്തപ്പെട്ട മുഖ്യമന്ത്രി എന്നാണെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല. അല്ലെങ്കിൽ അന്നദാതാവായ പൊന്നു തമ്പുരാൻ, വഞ്ചി ഭൂപതി, കുലശേഖര കിരീടപതി, മന്നെ സുൽത്താൻ, ഷംഷർ ജഗ് എന്നൊക്കെയുള്ള ചില ടൈറ്റിൽസ് ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജ്. അതുപോലെ വല്ലതൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കും. അങ്ങനെയുള്ള പൊന്നു തമ്പുരാൻ അല്ലെങ്കിൽ കാണപ്പെട്ട ദൈവം ഇപ്പം ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. അവരെക്കുറിച്ച് ആളുകൾക്ക് ബഹുമാനം കുറഞ്ഞു പോയോ എന്ന് ഇപ്പോൾ സർക്കാരിന് സംശയമൊന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്ന് പറയും. അതുപോലെ വീണ ജോർജിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി വീണ ജോർജ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ആ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും ഒക്കെ അവർക്ക് മേലിൽ ശമ്പളം കിട്ടും.